അവിടെ ഇനി മണ്ണെടുത്ത് മാറ്റൽ ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇത്ര ലോഡ് മണ്ണുകൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാവും. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മുടെ കൂരിയാട് റോഡ് 35 അടിയോളം ഹൈറ്റുള്ള റോഡ്, ഇപ്പം ഫിനിഷായ റോഡ് ഒരു ഭാഗം ഇടിഞ്ഞതിനെ തുടർന്ന് അതെല്ലാം പൊളിച്ചു മാറ്റി ഉഷാറായിട്ട് ഇതാ ഇവിടെ ഒരു ബ്രിഡ്ജാട്ടോ വരാൻ പോകുന്നത്. മണ്ണിട്ട് നിരത്തിക്കൊണ്ടുള്ള റോഡായിരുന്നു. അതെല്ലാം കൂടി പൊളിച്ചു മാറ്റി ഇതാ ഫുള്ള് ഗ്രൗണ്ട് ഫ്ലോറായി 2 സർവീസ് റോഡ് കൂടിയൊക്കെ ഇപ്പോൾ യാത്ര ആരംഭിച്ചു. ആ യാത്ര ഒക്കെ തുടങ്ങിയിട്ട് കുറച്ചായിട്ടോ. പൈലിങ് ഒരു 3-4 ആഴ്ചയായി തുടങ്ങിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഒരു വാട്ടർ പാസ്സാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് അങ്ങോട്ട് ഒരു 250-300 മീറ്ററോളം നീളത്തിൽ ബ്രിഡ്ജിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. പൈലിങ് ജോലികളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ നിൽക്കണ ഈ ഭാഗത്ത് കോഴിക്കോട് പോകുന്ന ഭാഗമാണിത്. ആ ഭാഗത്ത് പൈലിങ് ജോലികളൊക്കെ കഴിഞ്ഞു. ഇവിടെ ആ ഭാഗമൊക്കെ പൈലിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ പൈലിങ് ക്യാപ്പ് വാർക്കാനുള്ള പരിപാടിയാണ്. മൊത്തം വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി, ലൈക്ക് ചെയ്താളി, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ പൈലിങ് ജോലികൾ ഇവിടെ അടിപൊളിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് പൈലിങ് ചെയ്തതിന് ശേഷം ഇതുണ്ടോ കോൺക്രീറ്റ്, ഇത്ര ഹൈറ്റിൽ അവർ കോൺക്രീറ്റ് ഇടും. അതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പൈലിങ്ങിൻ്റെ ചെയ്യുന്ന മെഷീനറികൾ നിർത്താൻ വേണ്ടിയിട്ട് അവർ ഈ ഫ്ലോർ കറക്റ്റ് ലെവലിലാണ് നിർത്തുക. അപ്പോൾ ഏതായാലും ആ കോൺക്രീറ്റ് ഒക്കെ അവർ ഇത്ര ഹൈറ്റിൽ ചെയ്യും. പിന്നെ ബാക്കി പൈലിംഗ് ക്യാപ്പ് വാർക്കേണ്ട ആ ഒരു ഇതിനായിട്ട് അവർ കുറേ പൊളിച്ച് മാറ്റുക കേട്ടോ ചെയ്യുക. ഇവിടെയൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഈ കോൺക്രീറ്റ് ഒക്കെ അവർ പൊളിച്ച് മാറ്റും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ പൈലിംഗ് ക്യാപ്പ് വാർക്കും. പൈലിംഗ് ക്യാപ്പ് വാർത്തതിന് ശേഷം നമ്മുടെ പിയർ വാർക്കും. പിയർ വാർത്തതിന് ശേഷം ഇവിടെ പിയർ ക്യാപ്പ് വാർക്കും. പിന്നെ ബീം ഗാർഡർ എടുത്ത് വെക്കും. പിന്നെ സ്ലാബ് വാർക്കും. പിന്നെ ടാർ ചെയ്യും. എത്ര പറയാൻ എന്ത് എളുപ്പമല്ലേ. എന്തായാലും ഉഷാറായിട്ട് വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1, 2, 3 പൈലിംഗ് മെഷീനുണ്ട് കേട്ടോ അവിടെ. ഞാനിപ്പോൾ 2-3 ആഴ്ചയോളമായി വീഡിയോ ചെയ്തിട്ട് ഇവിടുത്തെ. അപ്പോൾ പൈലിംഗ് ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇതിൻ്റെ മൂലക്കൽ. പക്ഷേ ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞു. ആ ഭാഗം ഇനി അവർ കിളങ്ങനെ എടുക്കാനുണ്ട്. അതിൽ പൈലിംഗ് ക്യാപ്പ് വാർക്കാനൊക്കെ. ഫസ്റ്റ് പൈലിംഗ് കഴിഞ്ഞു. രണ്ടാമത്തെ പൈലിംഗ് അവിടെ ഇതായി നോക്കാം. നമ്മൾ സൈറ്റിൽ കൂടി ഇങ്ങനെ നടക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട്, ശരിയല്ല, അപകടമാണ്. ഇവിടെ ഫുള്ള് ചളിയും കാര്യമൊക്കെ കേട്ടോ. രണ്ടാമത്തെ ഗേഡറിൻ്റെ പൈലിങ്ങും 2 ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 സെക്ഷനായിട്ടാണ് റോഡ് ഉണ്ടാകുക. 6 വരി പാത, 3 വരി ഒരു ബ്രിഡ്ജ്, രണ്ടാമത്തത് 3 വരി. അപ്പം ഒരു പൈലിങ്ങിൽ ഏകദേശം 6 പൈലിങ് വരുന്നുണ്ട് ഒരു പിയറിന്. ആ പൈലിങ് 6 അങ്ങനെ 12 ഒരു സെക്ഷനിലേക്ക്. അതിൻ്റെ മുകളിൽ 5 10 ഗാഡർ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറേ മണ്ണെടുത്ത് മാറ്റി കേട്ടോ. മണ്ണ് പറഞ്ഞിട്ട് ചെളിയാട്ടോ, ഫുള്ള് ചെളിയാണ്. അതാണ് അതിലൊന്നും നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളെ JCBയിൽ പോകുന്ന ആളാ എടാ. ചെളിയാണ് ഫുള്ള്. അതിലൊക്കെ ചവിട്ടിണ്ടെങ്കിൽ പണി പാടും. അവർ പൈലിങ് ചെയ്യുന്നതനുസരിച്ച് അവർ ഇവിടുന്ന് മണ്ണൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അപ്പുറം കിടക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇപ്പുറത്തേക്ക് കടന്നു. ഇവിടെ അടിയിലൊരു വെള്ളത്തിൻ്റെ ഒരു പാസ് ഉണ്ടായിരുന്നു അല്ലേ. ഇത് പഴയതാണല്ലോ. പഴയ റോഡിൻ്റെ ഒരു ഡ്രെയിനേജ് ആയിരിക്കില്ലത്, അതാണ്. അപ്പോൾ അവർ എന്തായാലും ഒരു 4 ദിവസമായിട്ട് ഇപ്പം മഴ പെയ്യാത്തതിന് കൊണ്ട് വർക്ക് പണിക്കാർക്ക് നല്ല സുഖമായിട്ട് നിൽക്കുക. പക്ഷേ മെഷീനറീസുകളൊക്കെ ഇതൊക്കെ അതിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ചളിയൊക്കെ ആയതുകൊണ്ട് പിന്നെ അപ്പുറത്തുകൂടിയൊക്കെ പോകലായിരിക്കും. എന്തായാലും നടുഭാഗത്ത് ഇതൊക്കെ ഫുള്ള് ചളി കേട്ടോ. ചളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 ചളിയാണ്. അങ്ങനെ 3ാമത്തെ പൈലിങ്ങും ഇവിടെ 2 ഭാഗം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. 2 ഭാഗം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ 1, 2, 3 സ്പാനിലുള്ള വർക്ക് പൈലിങ് കഴിഞ്ഞു. 4ാമത്തെ സ്പാനിൻ്റെ വർക്ക് പൈലിങ് ഇത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഈ മെഷീൻ്റെ ഈ പൈലിങ് മെഷീൻ എന്താ റെസ്റ്റില്ല, എന്തോ ചെറിയ വർക്ക് നടക്കുന്നുണ്ട്.
ഇവിടെ അതാ പൈലിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ അതാ പൈലിങ്. ഒരു പൈലിങ് ഹോൾസ് ഒരു ദിവസം കൊണ്ട് ഫിനിഷ് ആട്ടോ ഈ മെഷീൻ കൊണ്ട്. ഏകദേശം 90 അടി താഴ്ചയിലാണ് ഇവിടുത്തെ പൈലിങ് വരുന്നത്. 30-35 മീറ്റർ 100 അടിയോളം താഴ്ചയിലാണ് ഇവിടുത്തെ പൈലിങ് വരുന്നത് കേട്ടോ. ഒരുപാട് 2-3 വട്ടം ഇവിടുത്തെ മണ്ണ് ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചെന്നൈയിലേക്ക് പോയിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ ചെയ്തതിന് ശേഷം, റിസൾട്ടൊക്കെ കിട്ടിയതിന് ശേഷമാണ് ഇവിടെ പൈലിങ് ആരംഭിച്ചത്. ഓക്കെ, അവിടെ അതാ പൈലിങ് ഹോൾസിലേക്ക് ഇപ്പം ഇറക്കിയ കമ്പി കേട്ടോ. ഞാനിങ്ങനെ വന്ന് ഇറങ്ങുമ്പോൾ അതിലേക്ക് ഇറക്കണ കാഴ്ച ഇങ്ങനെ കണ്ടത്. അതിന് വെൽഡിങ് ഒക്കെ നടത്തുന്നുണ്ട് അവർ. പൈലിങ് റിങ്ങുകളൊക്കെ അവിടെ ഫുള്ള് ഇവിടെ എത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ ഞാൻ കാണിച്ചു തരാം. അവിടെ വർക്ക് നടക്കുന്ന സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു തരാം. പൈലിങ്ങിന് കെട്ടിയ കമ്പികളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. എന്താ സ്പീഡ് വർക്കാട്ടോ, സ്പീഡ് വർക്ക്. ഇനി ഏകദേശം ആ ഭാഗത്ത് അവിടെയും പൈലിങ് ആരംഭിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ കുറേ കഴിഞ്ഞു കേട്ടോ. 5ാമത്തെ സ്പാൻ പൈലിങ്ങുകളും കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ നടുക്കൊന്നുകൂടി വരാണ്ട് കേട്ടോ. 35 മീറ്റർ ഗ്യാപ്പ് വരും. 35 മീറ്റർ ഗ്യാപ്പ് ഉണ്ടാവും ഓരോ പൈലിങ് ഗ്യാപ്പുകളും. 35 മീറ്ററിൻ്റെ ഗാഡറാണ് നമ്മുടെ NH66 കൂടുതലും കാണാൻ പറ്റുന്നത് കേട്ടോ. അതിൽ നീളം കൂടിയ ഗാഡറുകളൊക്കെ ഉണ്ട്. അത് നമ്മുടെ പാലത്തിനായിട്ട്, പുഴക്ക് കുറുകെയുള്ള പാലത്തിനായിട്ടുള്ള ഇതൊക്കെ ഏകദേശം 38 മീറ്ററൊക്കെ വരുന്നുണ്ട് ചിലത്. ഇവിടെ 2 വാഹനങ്ങൾക്ക് പോകാനുള്ള ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. പക്ഷേ എന്നാലും ഇവിടെ സൈഡിലൊക്കെ ഞാൻ നേരത്തെ കണ്ടില്ലേ ലോറിയിൽ മണ്ണ് കയറ്റുന്നൊക്കെ. അപ്പോൾ ഒരു വരി അവർ കൈയടക്കും. അപ്പോൾ പിന്നെ അവിടെ അങ്ങനെ ചെറിയൊരു സ്ലോ സംഭവിക്കും. ആ സ്ലോ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്കായി. കൂരിയാട് പിന്നെ അവിടെ ജംഗ്ഷനാണല്ലോ. അവിടുന്ന് ഓപ്പോസിറ്റ് വാഹനങ്ങൾ വരുമ്പോഴൊക്കെ ബ്ലോക്ക്. അതാ മറ്റേ സൈഡ് നല്ല ബ്ലോക്കാട്ടോ. അവിടെ ഉണ്ടോ, ആ ജംഗ്ഷൻ്റെ അവിടെ നല്ല ബ്ലോക്ക് സംഭവിക്കുന്നുണ്ട്. എന്തായാലും ഈ പൊളിഞ്ഞതിന് ശേഷം ആളുകൾ, റോഡ് പണി കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ ഒന്ന് സന്തോഷിച്ചിന്. കുറേയൊക്കെ ബ്ലോക്ക് കഴിഞ്ഞിട്ട് വിചാരിച്ചു. പക്ഷേ വീണ്ടും അത് പൊളിഞ്ഞപ്പോൾ എല്ലാം പഴയതുപോലെ തന്നെ ആയി. ഇനി എന്നാൽ ഒരു 8 മാസം കൊണ്ട് ഇവർ വർക്ക് ഫിനിഷ് ചെയ്യും കേട്ടോ. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇവർ വർക്ക് ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ചളിയൊന്നും ഇല്ലല്ലോ. ഇവിടെ ചളി കഴിച്ചില്ലായിരിക്കും. അതിനോട് ഇപ്പുറത്തേക്ക് കിടക്കാനായി. ആ തലക്കലേക്ക് അതുപോലെ മണ്ണ് എടുത്ത് മാറ്റുന്ന ജോലികളൊക്കെ നടക്കുന്നുണ്ട് അവിടെ. ഇനി മണ്ണെടുത്ത് മാറ്റൽ ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇത്ര ലോഡും മണ്ണുകൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാവും. സങ്കടം നോക്കിയിട്ട് കാര്യമില്ല. സംഭവിക്കില്ലല്ലേ. അപ്പം നമ്മുടെ ഈ ഭാഗത്തേക്ക് ക്ലിയർ ഉണ്ടല്ലോ. ഞാൻ വിചാരിച്ച് സൂര്യൻ്റെ ഭാഗത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ക്ലിയർ ഉണ്ടാവില്ല. കുറച്ച് ക്ലിയറൊക്കെ ഉണ്ട് അല്ലേ. അങ്ങനെ ഈ ഭാഗം വാഹനങ്ങൾ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെല്ലെ 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പൈലിങ് മെഷീന് അടുത്തതും കൊണ്ടുവന്നോ ഇല്ലേ? 3 തന്നെ മതി. അവിടെ കഴിഞ്ഞ് വർക്ക് ഇങ്ങനെ ആരംഭിക്കും. അപ്പോൾ എന്തായാലും അപ്ഡേഷനുകൾ ഇങ്ങനെ വരുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കമ്പി കിട്ടുന്നത് ഗാഡർ വാർത്ത് വെക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അതെല്ലാം കൂടി മൊത്തത്തിലുള്ള കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് എത്തുമ്പം ആ ഭാഗത്താട്ടോ വർക്കുകളൊക്കെ നടക്കുന്നത്. ഇവിടെ കുറച്ചൊരു ഭാഗം ആറി ബ്ലോക്ക് ചെറിയൊരു ക്രാക്ക് ഉണ്ടായിരുന്നു. അതും അവർ പൊളിച്ച് മാറ്റിട്ടോ. അതെന്തായാലും അവർ മാറ്റി കെട്ടിയിട്ട് അതൊക്കെ പിന്നെ സിമ്പിൾ വർക്കാണ്. അതൊക്കെ ലാസ്റ്റിലേക്ക് ഇനി നടക്കലുണ്ടാവുള്ളൂ. ഫുള്ള് കമ്പി വർക്ക്. എത്ര അല്ലേ കമ്പി എത്രയാണ് അവിടെ ഇറക്കി വെച്ചത്. ഇഷ്ടം പോലെ ഇതാട്ടോ. ഇതിൻ്റെ റിങ് വളിക്കുന്ന 2 മെഷീൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ ഷീറ്റുകളാണ് ഇവിടെ നിന്ന് തന്നെ അവർ സൈറ്റിൽ നിന്ന് തന്നെ അവർ റിങ്ങുകളാക്കി മാറ്റിയിട്ട് അത് വെൽഡ് ചെയ്ത് അങ്ങനെ വലിയ പീസാക്കി മാറ്റിട്ടോ.
ചെറിയ റിങ്ങുകൾ ഏകദേശം ഒരു 1.5 മീറ്ററോളം നീളത്തിലുള്ള ഷീറ്റുകളാണ് വീതിയിലുള്ള. അത് റൗണ്ടാക്കി അത് നീളമായി മാറി. പിന്നെ അത് ഒരു 1 2 3 4 5 6 7 പീസ് അവിടെ വെച്ചിരിക്കണതാ. 7 പീസ് വെച്ചിട്ട് ഒറ്റ റിങ്ങാക്കിയിട്ടാണ് അവരിവിടുന്ന് ഇത് കൊണ്ടുപോകുന്നത്. പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഹോൾസിലേക്കാണ്ട് ഇറക്കി വെക്കുക. ഏകദേശം എൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അല്ലേ. ഇവിടെ കുറച്ചൊരു ഒഴിഞ്ഞ ഏരിയ ഉണ്ട്. 3-4 കാറുകൾ ഇവിടെ ഡ്രൈവിങ് പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് തോന്നുന്നു. ഇനി അവിടെയാണ് നമ്മുടെ ഗാഡർ വാർത്തിക്കുന്നത്. അവിടുത്തെ കാഴ്ചകൾ അവിടെയൊക്കെ എന്തായി നോക്കാം. അത് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. കുളപ്പുറം ഫ്ലൈ ഓവർ ആട്ടാ കാണുന്നത്. അതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ ഗാഡർ വാർത്ത് വെക്കൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എടാ അവിടെ കോൺക്രീറ്റ് ഫസ്റ്റ് ഗാഡർ കോൺക്രീറ്റ് കഴിഞ്ഞു. അത് നനയ്ക്കുന്ന കാഴ്ച ആട്ടോ കാണുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഇറക്കാട്ടോ. കൂരിയാട് ഭാഗത്തേക്ക് നല്ലൊരു ഇറക്കാണ്. ആ ഇറക്കത്തിൽ ഇവർ നമ്മുടെ മട്ടി കോറി വേസ്റ്റ് കൊണ്ടുവന്നിട്ട് തട്ടിയിട്ട് ഏകദേശം ഒരു ലെവലിലാക്കി വാട്ടോ കേട്ടോ. ഈ ഒരു ഹൈറ്റിൽ ലെവലിലാക്കി എടുത്തിട്ട് ഓരോ പീസാക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് കേട്ടോ. ഏകദേശം 3 ഗാഡർ ഒരു തട്ടിൻ്റെ മുകളിൽ അവർ വാർക്കും. അങ്ങനെ എത്ര ഗാഡർ വേണ്ടി വരും? അവിടെ 8 സ്പാനർ 10-80ഓളം ഗാഡർ വേണം കേട്ടോ അങ്ങോട്ടേക്ക്. ഇതാണ് 35 മീറ്റർ നീളമുള്ള ഗാഡർ. ഇത് കോൺക്രീറ്റ് ചെയ്തോ? അതിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞാൽ അത് പൊളിക്കാനുണ്ടാവും അല്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഫുള്ള് ഒരുപാട് തട്ടുതട്ടായിട്ട് അങ്ങനെ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ കൂരിയാട് വർക്കിലെ വിശേഷങ്ങൾ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂരിയാട് അപ്ഡേഷൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതൊക്കെ അങ്ങോട്ട് ചെയ്താളി കേട്ടോ. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ അങ്ങോട്ട് ചെയ്താളി കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.